അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് മാർക്ക് ഷീറ്റ് എങ്ങനെയാണ് തിരുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനായിട്ട് അഗെയിൻ ഫ്രഷർ സ്റ്റുഡൻറ് ലോഗിനിലോട്ട് പോവുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ പ്രോഗ്രാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്യാൻസൽ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്യാൻസൽ ആപ്ലിക്കേഷൻ HOD നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് വരെ മാത്രമേ ചെയ്യാൻ പറ്റൂ. HOD ഓൾറെഡി അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു കനോട്ട് ക്യാൻസൽ എന്നാണ് കാണിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാൻസൽ ആപ്ലിക്കേഷൻ അടിച്ചു, യെസ് കൊടുത്തു, ഓക്കെ. എഗെയിൻ അപ്ലൈ അടിക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെലക്ട് ചെയ്യുക, ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എഗെയിൻ ഇവിടെ മീഡിയം നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത പേപ്പറൊക്കെ അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അതൊന്നും കൂടി സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. ഇനി ഈ പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ് ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെന്റ് ലിസ്റ്റിന്റെ അറ്റത്ത് ഇവിടെ റെഡിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ഐക്കൺ കാണാൻ പറ്റും. ഇപ്പോൾ ഡിലീറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ നീല കളറിലാവും. അപ്പം ഞാനിപ്പം +2ൻ്റെയും ഡിലീറ്റ് ചെയ്തു, SSLCയും ഡിലീറ്റ് ചെയ്തു. ഞാൻ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം +2 അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ +2 എന്നുള്ള വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രൗസ് അടിച്ചു, ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ +2 സർട്ടിഫിക്കറ്റ് എടുത്തു, ഓപ്പൺ കൊടുക്കുക, അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അപ്ലോഡ് ആവും. അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് PDF ആയിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇവിടെ കാണിച്ചിട്ടുണ്ട് അലോഡ് PDF, സൈസ് 50 KB മുതൽ 1 MB വരെ. അടുത്ത SSLC ക്ലിക്ക് ചെയ്യുന്നു, ഇതേപോലെ തന്നെ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഡോക്യുമെന്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എഗെയിൻ നെക്സ്റ്റ് പോവുക, നിങ്ങളുടെ പ്രിവ്യൂ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിച്ച് സബ്മിറ്റ് അടിക്കാൻ ഉറപ്പുവരുത്തുക. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പിൽ പ്രൊഫൈൽ സ്ക്രൂട്ടിൽ എത്തിയാൽ മാത്രമേ നിങ്ങളുടെ HODക്ക് നിങ്ങളുടെ അപേക്ഷ വീണ്ടും കാണാൻ പറ്റത്തുള്ളൂ. താങ്ക് യു.